ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബിസിനസ് സ്റ്റഡീസിലെ യൂണിറ്റ് 1 ഇവല്യൂഷൻ ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഇന്ത്യ മനസ്സിലാക്കാം. ഇന്ത്യ ഇന്ന് മാത്രമല്ല പണ്ടുകാലത്തും ഒരു വലിയ ട്രേഡ് സെന്റർ ആയിരുന്നു. മോഡേൺ ബാങ്കിംഗ് സിസ്റ്റം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ മെർച്ചൻസ് വിവിധ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തിയിരുന്നു. ഈ കൊമേഴ്ഷ്യൽ ഹിസ്റ്ററി നമ്മളുടെ മോഡേൺ ബിസിനസ് പ്രാക്ടീസിന്റെ റൂട്ട്സ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് എവല്യൂഷൻ പഠിക്കുമ്പോൾ ഇന്ത്യൻ ട്രേഡ് ഹിസ്റ്ററി അറിയുന്നത് വളരെ പ്രധാനമാണ്. അടുത്ത ടോപ്പിക് ഇൻഡിജീനിയസ് ബാങ്കിംഗ് സിസ്റ്റം. ഏൻഷ്യൻ ഇന്ത്യയിൽ സ്വന്തം ബാങ്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ ഇന്നത്തെ പല ബാങ്കിംഗ് ഫെസിലിറ്റീസും തന്നിരുന്നു. പ്രധാനമായിട്ട് മണി ലെൻഡേഴ്സ്, ഫാമേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും അവർ ലോൺ നൽകിയിരുന്നു. ഷെറോവ്സ് എന്ന മണി ചേഞ്ചേഴ്സ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുകയും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഹുണ്ടി. ഇത് ഒരു മോഡേൺ ചെക്ക് പോലെ പ്രവർത്തിച്ചിരുന്നു. ഉദാഹരണത്തിന് കർണാടകയിലുള്ള ഒരു ട്രേഡർ ഗുജറാത്തിലുള്ള ഒരാൾക്ക് ഫിസിക്കൽ കോയിൻസ് കൊണ്ടുപോകാതെ തന്നെ പേയ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞിരുന്നു. ഇത് ട്രേഡിനെ വളരെ ഈസിയും സെക്യൂറും ആക്കി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റൈസ് ഓഫ് ഇന്റർമീഡിയറ്ററീസ്. ട്രേഡ് വളർന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അത് നികത്താനാണ് ഇന്റർമീഡിയറ്ററീസ് എന്ന ഗ്രൂപ്പ് വന്നത്. അവർ ട്രേഡിൽ ഉണ്ടാകുന്ന ജോഗ്രഫിക്കൽ ഗ്യാപ്സ് കുറയ്ക്കാനും പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാനും സഹായിച്ചു. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കമ്മീഷൻ ഏജൻസ് ആണ്. ബയേഴ്സിനെ അവർ സെല്ലറുമായി കണക്ട് ചെയ്തു. അതിന് അവർ കമ്മീഷൻ വാങ്ങിയിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ബ്രോക്കേഴ്സ് ആണ്. അവർ പ്രൊഡ്യൂസേഴ്സിനെ ഡിസ്റ്റൻസ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. അങ്ങനെ പ്രൊഡ്യൂസേഴ്സിന് കൺസ്യൂമേഴ്സിനെ കണ്ടെത്താനും സാധിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ഹോൾസെയിലേഴ്സ്. അവർ ബൾക്ക് ഗുഡ്സ് പ്രൊഡ്യൂസറിന് വാങ്ങുകയും അത് ചെറിയ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി അവർ പ്രൊഡ്യൂസേഴ്സിന് കൺസ്യൂമേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചു. ഇന്നത്തെ ബിസിനസ് സിസ്റ്റത്തിലും ഈ ഇൻ്റർമീഡിയറ്ററീസ് വളരെയധികം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ട്രാൻസ്പോർട്ട്, ദ ലൈഫ് ലൈൻ ഓഫ് ട്രേഡ്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ട്രേഡ് നടക്കില്ല, അത് ഇമ്പോസിബിൾ ആണ്. അതായത് പണ്ട് കാലത്ത് ഈ ട്രേഡിന് വേണ്ടി അവർ കൂടുതലും ആശ്രയിച്ചിരുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടുമാണ്. ലാൻഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടി ബുള്ളോ കാർട്ട്സും ക്യാമൽസും ഹോഴ്സസും എലിഫൻസും ഒക്കെയാണ് അവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട്സിന് വേണ്ടി ബോട്ട്സ്, ഷിപ്സ്, റിവർ റൂട്ട്സ് എന്നിവയും ഉപയോഗിച്ചിരുന്നു. ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കാരണമാണ് ഇന്ത്യൻ സ്പൈസസും കോട്ടൺ പ്രോഡക്ട്സും തുടങ്ങിയ സാധനങ്ങൾ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് മെർച്ചന്റ് കോർപ്പറേഷൻ. ഇന്ത്യൻ മെർച്ചൻസ് ഇൻഡിവിജ്വലായി മാത്രമല്ല ഗിൽഡ്സ് അല്ലെങ്കിൽ മെർച്ചന്റ് കോർപ്പറേഷൻ ആയി ഓർഗനൈസ് ചെയ്തിരുന്നു. മണിഗ്രാംസ്, നനദേശി ചെട്ടിയാസ് എന്നിവ പ്രശസ്തമായ മെർച്ചന്റ് ഗ്രൂപ്പ്സ് ആയിരുന്നു. ഇവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ട്രേഡ് റൂട്ട്സ് പ്രൊട്ടക്ട് ചെയ്യുകയും ട്രേഡിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നത്തെ ട്രേഡ് അസോസിയേഷൻ പോലെ അവർ അന്നും പ്രവർത്തിച്ചിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ. ഇന്ത്യയിൽ പല ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സും ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ പട്ടാലിപുത്ര, മധുര എന്നിവ മേജർ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ആയിരുന്നു. സൗത്ത് ഇന്ത്യയിൽ മധുര, കാഞ്ചീപുരം എന്നിവ പ്രസിദ്ധമായിരുന്നു. പോർട്ട്സിൽ സൂരത്ത്, കാലിക്കട്ട്, മുസലപട്ടണം എന്നിവ ഇന്റർനാഷണൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കിയിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് മേജർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത മേജർ പ്രോഡക്ട്സ് സ്പൈസ്, ടെക്സ്റ്റൈൽസ്, ഇൻഡിഗോ, പ്രഷ്യസ് സ്റ്റോൺസ് എന്നിവയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്പൈസിനും കോട്ടൺ ഫാബ്രിക്സിനും ഫോറിൻ കൺട്രീസിനും നല്ലൊരു ഡിമാൻഡ് തന്നെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ ഹോഴ്സസ്, ഗോൾഡ്, സിൽവർ, സിൽക്ക്, പെർഫ്യൂംസ് എന്നിവയായിരുന്നു. ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രോങ് ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇന്ത്യ, ദ ഗോൾഡൻ ബേർഡ്. സ്റ്റുഡൻസ്, ഇന്ത്യയെ സോനെ കി ചിടിയ അല്ലെങ്കിൽ ഗോൾഡൻ ബേർഡ് എന്ന് വിളിക്കുന്നു. അതിന് കാരണം ഇന്ത്യയുടെ സമ്പന്നമായ നാച്ചുറൽ റിസോഴ്സും വേൾഡ് ഫേമസ് പ്രോഡക്ട്സിൻ്റെ അവൈലബിലിറ്റിയും
ഇന്റർനാഷണൽ ട്രേഡിലുള്ള പ്രാധാന്യവും ആണ്. ഈസ്റ്റ് ഏഷ്യയും മെഡിറ്ററേനിയൻ റീജിയനും ഇടയിൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഉണ്ടായതുകൊണ്ട് ഇന്ത്യ ഗ്ലോബൽ ട്രേഡിൽ ഒരു സെൻട്രൽ ഹബ്ബായി മാറി. ഇപ്പോൾ നമ്മൾ ട്രേഡ് ഹിസ്റ്ററി മനസ്സിലാക്കി. ഇനി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായ എക്കണോമിക് ആക്ടിവിറ്റി, അതായത് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നിവയിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാറുണ്ട്. അതിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവ 3 പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ പെടും. ഒന്ന് ബിസിനസ്, രണ്ടാമത്തത് പ്രൊഫഷൻ, മൂന്നാമത്തത് എംപ്ലോയ്മെന്റ്. ബിസിനസ് എന്നാൽ പ്രോഫിറ്റ് നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ്. പ്രൊഫഷൻ എന്നാൽ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും ട്രെയിനിങ്ങും ആവശ്യമുള്ള ഒരു ഒക്കുപ്പേഷനെയാണ് പറയുന്നത്. ഉദാഹരണം ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഒരു പ്രൊഫഷനിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ ഫീ എന്നാണ് പറയുന്നത്. എംപ്ലോയ്മെന്റ് എന്നാൽ മറ്റൊരു വ്യക്തിയുടെയോ ഓർഗനൈസേഷൻ്റെയോ കീഴിൽ ജോലി ചെയ്യുക എന്നാണ്. അതിന് നമുക്ക് കിട്ടുന്നതാണ് സാലറി അല്ലെങ്കിൽ വേജസ്. ഇവിടെ ഈ 3 കൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ബിസിനസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പം ബിസിനസ് എന്നാൽ ഹ്യൂമൻ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് ആണ്. ഉദാഹരണം ഒരു ബേക്കറി നടത്തുന്ന ആളും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഓൺ ചെയ്യുന്നതും എല്ലാം ബിസിനസ് ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റിയും അതൊരു സർവീസ് ബേസ്ഡ് ആണ്. അതിനെയും ബിസിനസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് 7 കോർ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. അപ്പം എല്ലാ ബിസിനസ്സിലും കോമൺ ആയി കാണുന്ന ഒരു 7 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് വന്നിട്ട് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഇൻകം ഏൺ ചെയ്യാൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പം എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്വയർമെന്റ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയോ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയോ റീസെയിൽ ചെയ്യുകയാണ് ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്. സെയിൽ ഓർ എക്സ്ചേഞ്ച്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് നമ്മളൊരു ബിസിനസ്സിൽ ചെയ്യാറ്. അത് എന്തിൻ്റെ മോട്ടീവാണ്? അത് നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് മോട്ടീവ്. അപ്പോൾ ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്ന എന്തുകൊണ്ടിനാണ്? പ്രോഫിറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് 4th പോയിന്റ്. നെക്സ്റ്റ് 5th പോയിന്റ് എന്ന് വെച്ചാൽ റിസ്ക് എലമെൻ്റ് ആണ്. അതായത് റിസ്ക് ഒരു ബിസിനസ്സിലും നമുക്ക് റിസ്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല. എല്ലാ ബിസിനസ്സിലും ഒരു റിസ്ക് ഇൻവോൾവ് ആണ്. ഒരു അൺസർട്ടനിറ്റിയും ഒരു ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതായത് അതൊരു റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. പിന്നെ ലീഗൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ റൂൾസും പാലിച്ചിരിക്കണം. അവിടെ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടാതെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എയിം ആണ്. ഈ 7 ഫീച്ചേഴ്സും പല പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ നിങ്ങളിത് പഠിക്കണം. നെക്സ്റ്റ് പ്രൊഫഷൻ എന്നാൽ സ്പെഷ്യലൈസ്ഡ് നോളജും ഒരു ഫോർമൽ എഡ്യൂക്കേഷനും ആവശ്യമുള്ള ഒക്കുപ്പേഷൻ ആണ്. ഉദാഹരണത്തിന് ഡോക്ടർ ആകാൻ നമുക്ക് MBBS വേണം. ലോയർ ആവാൻ നമുക്ക് LLB വേണം. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അതിലൊരു സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അതിലൊരു പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് ആവശ്യമാണ്. അവർ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്തിരിക്കണം. പിന്നെ അവരുടെ മെയിൻ ലക്ഷ്യം ഒരു സർവീസ് മോട്ടീവ് ആയിരിക്കണം അവർക്ക്. പിന്നെ അവർക്ക് സാലറി അല്ല, അവർക്ക് ഫീ ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ട് ഇപ്പം നമ്മൾ പഠിച്ച ബിസിനസ്സിലും ഈ പ്രൊഫഷനുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒരു ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവും ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു സർവീസ് മോട്ടീവുമാണ്. പിന്നെ ഇവർക്ക് കിട്ടുന്നത് എന്താണ്? ഫീ എന്നാണ് നമ്മൾ പ്രൊഫഷനെ പറയുന്നത്.
നെക്സ്റ്റ് ടോപ്പിക് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്നാൽ ഒരു എംപ്ലോയി എംപ്ലോയറിന്റെ കീഴിൽ ജോലി ചെയ്യുക എന്നാണ്. പകരം അവർക്ക് സാലറി അല്ലെങ്കിൽ വേജസ് കിട്ടും. എംപ്ലോയ്മെന്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫിക്സഡ് ഇൻകം. മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി സാലറി അവർക്ക് ലഭിക്കും. അത് ഫിക്സഡും ആയിരിക്കും. പിന്നെ നോ പേഴ്സണൽ റിസ്ക്. ബിസിനസ് ലോസ് ഉണ്ടായാലും എംപ്ലോയിക്ക് അതിൻ്റെ റിസ്ക് ബെയർ ചെയ്യേണ്ടതില്ല. എംപ്ലോയർ ആണ് അവിടെ റിസ്ക് ബെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫൈൻഡ് വർക്കിംഗ് കണ്ടീഷൻ. അവിടെ ഒരു വർക്കിംഗ് അവേഴ്സും ഡ്യൂട്ടീസും ബെനിഫിറ്റ്സും എന്നിവ അവിടെ ഒരു സർവീസ് കോൺട്രാക്റ്റിൽ അവർ സ്പെസിഫൈ ചെയ്തിരിക്കും. അതുകൊണ്ട് അവർക്ക് അതനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആണ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് ജോലിയുടെ നേച്ചർ അനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുക, ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്യുക. ഇതാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പാരിസൺ ഓഫ് ബിസിനസ് വേഴ്സസ് പ്രൊഫഷൻ വേഴ്സസ് എംപ്ലോയ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് ഇതെല്ലാം ഓരോന്നിൻ്റെ ഏതിൻ്റെയൊക്കെ ബേസിസിലാണ് കമ്പയർ ചെയ്തതെന്നാണ് ഈ ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ബിസിനസ് നേച്ചറിൻ്റെ ബേസിസിൽ ബിസിനസ് എങ്ങനെയാണ്, എന്താണ് ബിസിനസ്സിൻ്റെ നേച്ചർ? ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണ്. പ്രൊഫഷൻ എന്താണ് അവിടെ? റെൻഡറിങ് സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ് ആണ് ഒരു പ്രൊഫഷൻ്റെ നേച്ചർ. എംപ്ലോയ്മെന്റ് നേച്ചർ എന്താണ്? വർക്കിംഗ് ഫോർ അനദർ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ, വേറൊരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുക എന്നാണ് ഒരു എംപ്ലോയ്മെന്റിന്റെ നേച്ചർ. നെക്സ്റ്റ് മോട്ടീവ്. ബിസിനസിന്റെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ആണ് ബിസിനസിന്റെ മോട്ടീവ്. പ്രൊഫഷന്റെ മോട്ടീവ് എന്താണ്? സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെന്ന് പറയാം, ഒരു പ്രൊഫഷണൽ ഫീസിനും ആണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഫഷൻ്റെ മോട്ടീവ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് മോട്ടീവ് എന്തായിരിക്കും? സാലറി ഓർ വേജസ് ആണ്. ക്വാളിഫിക്കേഷൻ. ബിസിനസിന്റെ ക്വാളിഫിക്കേഷൻ നോട്ട് ഓൾവേസ് നെസസറി, ആവശ്യമില്ല ബിസിനസ്സിന് ഒരു ക്വാളിഫിക്കേഷൻ. പക്ഷെ പ്രൊഫഷനിൽ എന്താണ് വേണം? മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം. എംപ്ലോയ്മെന്റ് ആണ് ഡിപ്പെൻഡ്സ് ഓൺ ജോബ് റിക്വയർമെന്റ്. ജോബിന് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ആണ് അവർക്ക് അവിടെ ആവശ്യം. നെക്സ്റ്റ് റിവാർഡിൻ്റെ ബേസിസിൽ എങ്ങനെയാണ്? ബിസിനസ്സിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ്. ഒരു പ്രൊഫഷന് കിട്ടുന്നതാണ് പ്രൊഫഷണൽ ഫീ. നെക്സ്റ്റ് എംപ്ലോയ്മെന്റിന് കിട്ടുന്ന റിവാർഡാണ് സാലറി ഓർ വേജസ്. നെക്സ്റ്റ് റിസ്ക്. ബിസിനസ്സിൽ റിസ്ക് എന്താണ്? ഹൈ ആണ്, ഓൾവേസ് പ്രസന്റ് ആണ് അല്ലേ, നമുക്ക് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സിൽ റിസ്ക്. പ്രൊഫഷനിൽ റിസ്ക് എന്താണ്? ലിമിറ്റഡ് റിസ്കേ ഉള്ളൂ. പക്ഷെ എംപ്ലോയ്മെന്റിലോ ഒരു റിസ്ക്കും എംപ്ലോയർ ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെന്റ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് ആണ് അല്ലേ, ആവശ്യമാണ്. പ്രൊഫഷനിലാണെങ്കിലോ ലിമിറ്റഡ് ആണല്ലേ, ഒരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യണം അല്ലെങ്കിൽ ടൂൾസ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഒരു ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ ഒരു പ്രൊഫഷനിൽ ആവശ്യമുള്ളൂ. പിന്നെ ഒരു എംപ്ലോയ്മെന്റിലാണെങ്കിലോ നോട്ട് റിക്വയർഡ്, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം അവിടെ ഇല്ല. കോഡ് ഓഫ് കണ്ടക്ട്. ബിസിനസ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവിടെ അതിൻ്റെ ആവശ്യമില്ല, നോട്ട് കമ്പൽസറി ആണ്. ഒരു പ്രൊഫഷനിലാണെങ്കിലോ അവിടെ കമ്പൽസറി ആയിട്ട് ഒരു കോഡ് ഓഫ് കണ്ടക്ട് അവർ ഫോളോ ചെയ്തിരിക്കണം. എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയറോ അവിടെ കോഡ് ഓഫ് കണ്ടക്ട് ആസ് പെർ സർവീസ് റൂൾസ് അല്ലെങ്കിൽ കോൺട്രാക്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന സർവീസ് റൂൾസോ അല്ലെങ്കിൽ കോൺട്രാക്റ്റോ പ്രകാരം ഉണ്ടെങ്കിൽ മാത്രം അവർ കോഡ് ഓഫ് കണ്ടക്ട് പാലിച്ചാൽ മതി. ഇതാണ് ബേസിക് ആയിട്ട് ഉള്ള കമ്പാരിസൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ബേസിസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.